അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് വശംസി വളുഹാഹ. അവിടെ ഒന്നാമത്തെ അക്ഷരം വാ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ലാമ്, മഞ്ഞ നിറത്തിൽ ഷാ. ഷീന് ശബ്ദുണ്ട്, കട്ടികൂട്ടി പറയണം, ഷാ. പച്ച നിറത്തിൽ മീമിന് സുക്കൂന്. ചുവപ്പ് നിറത്തിൽ സി, വശംസി വശംസി. അതിനുശേഷം നീല നിറത്തിൽ വ, മഞ്ഞ നിറത്തിൽ ലു, പച്ച നിറത്തിൽ ഹ, ചുവപ്പ് നിറത്തിൽ ഫതഹന് നീട്ടാനുള്ള അലിഫ്, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ അലിഫ്, ഫതഹന് നീട്ടാനുള്ള അലിഫ്. വളുഹാഹ. ഇനി അതിന് താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് അതിനെ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? വശംസി, അവിടെ നീല നിറത്തിലുള്ള ലാമിനെ അതിന് ശേഷമുള്ള ഷീനിലേക്ക് ചേർത്ത് എഴുതി, ഷീനിനെ മീമിലേക്ക് ചേർത്ത് എഴുതി, മീമിനെ സീനിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് വശംസി വശംസി. അതിനുശേഷം വളുഹാഹ, അവിടെ മഞ്ഞ നിറത്തിലുള്ള ലോദിനെ അതിനുശേഷമുള്ള ഹായിലേക്ക് ചേർത്ത് എഴുതി, ഹായിനെ അതിനുശേഷമുള്ള ഫതഹിന് നീട്ടാനുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി, അലിഫിനെ അതിനുശേഷമുള്ള ഹായിലേക്ക് ചേർത്ത് എഴുതി, ഹായിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് വളുഹാഹ വളുഹാഹ. ഇനി നോക്കൂ, എങ്ങനെയാണ് അതിനെ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. വശംസി വളുഹാഹ. ഇനി മുസ്ഹഫുള്ളത് നോക്കി ഓതിക്കോളൂ. വശംസി വളുഹാഹ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.